എല്ലാവർക്കും യുണീക്ക് ട്രേഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വന്തമായി എങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ് ലെവൽ മാർക്ക് ചെയ്യാമെന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബേഴ്സ് പറയുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യുന്നവരായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എന്ന് സ്വന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, സ്വന്തമായ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ പ്രാപ്തരാകുന്നു, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ വിജയിക്കാനാകൂ. ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ് ലെവൽ മാർക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് 21-ാം തീയതിയിലെ മാർക്കറ്റാണ്. ഇവിടെ നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. അത് ഞാൻ മാർക്ക് ചെയ്യാനായിട്ട് ഹൊറിസോണ്ടൽ ലൈനാണ് ഉപയോഗിക്കുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, മാർക്കറ്റിൽ 2 പേരേ ഉള്ളൂ, ഒന്ന് ബയറും ഒന്ന് സെല്ലറും. ഇവിടെ 21-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ആവുന്നു. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ബയർ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻ്റ് കാരണം മാർക്കറ്റിനോട്ട് മുകളിലോട്ട് പോകാൻ ശ്രമിക്കുന്നു, എന്നാൽ മുകളിലോട്ട് പോകാൻ കഴിയുന്നില്ല മാർക്കറ്റിന്. അതുകൊണ്ട് മാർക്കറ്റ് വീണ്ടും ശ്രമിക്കുന്നു മുകളിലോട്ട് പോകാൻ. റെസിസ്റ്റൻ്റ് സ്ട്രോങ് ആയതുകൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് നേരെ താഴോട്ട് ഡൗൺ ആയി. മനസ്സിലായോ? ബയർ മുകളിലേക്ക് മാർക്കറ്റിനെ പ്രൈസിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് അവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്നു, സ്ട്രോങ് സെല്ലിങ് നടക്കുന്നു, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്നു. കണ്ടോ, സ്ട്രോങ് റെസിസ്റ്റൻ്റ് ലൈനാണ്. ഫസ്റ്റ് ഇവിടെ വന്നു, ഇവിടെയും കാണുന്നുണ്ട്. കണ്ടോ, സ്ട്രോങ് റെസിസ്റ്റൻ്റ് ലൈൻ ലെവലാണിത്. നിങ്ങൾക്കൊരു സ്ട്രോങ് സപ്പോർട്ട് ലെവൽ ഞാൻ കാണിക്കാം. ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. കണ്ടോ, ഇവിടെ സെല്ലർ മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, പ്രൈസിനെ താഴോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവിടെ പ്രൈസ് താഴോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവിടെ ബയേഴ്സ് ആക്റ്റീവ് ആവുന്നു, മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാകുന്നു. ആ റേഞ്ചിൻ്റെ ബ്രേക്കൗട്ട് നല്ലൊരു മൂവ്മെൻറ്റ് അപ്പ് സൈഡിലോട്ട് പോകുന്നു. അതുപോലെ വീണ്ടും 29-ാം തീയതിയിലെ മാർക്കറ്റ്. ഇവിടെ ഇത് തന്നെ നടക്കുന്നത്. സെല്ലർ മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, പക്ഷേ കഴിയുന്നില്ല. ഇങ്ങോട്ടൊരു റേഞ്ച് ക്രിയേറ്റ് ആവുന്നു, അതിനൊരു ബ്രേക്ക് ഔട്ട് ആവുന്നു, നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക്. മുകളിൽ പോയതിന് ശേഷം എന്താ ഇവിടെ സംഭവിക്കുന്നത്? മുകളിൽ പോയതിന് ശേഷം ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ബ്രേക്കൗട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ബ്രേക്കൗട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ബ്രേക്കൗട്ട് നമുക്ക് എങ്ങനെ കൺഫേം ആകും? അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻ്റ് ലെവലാണ്. ഈ റെസിസ്റ്റൻ്റ് ലെവലിൻ്റെ മുകളിൽ 15 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ ഫോമായി. അത് പകുതി ഇതുപോലല്ല വരേണ്ടുന്നത്. ഇത് റെസിസ്റ്റൻ്റ് ലെവല്,
ഇതിൻ്റെ മുകളിൽ ഇങ്ങനൊരു ക്യാൻഡിൽ ഫോമായി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഈ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽ മാർക്ക് ചെയ്തിരിക്കുന്നത് 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലാണ്. 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലാണ് നമുക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ ലൈനാണ്. യഥാർത്ഥത്തിൽ ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ചല്ല നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചാൽ, എങ്കിലേ നമുക്ക് കറക്റ്റ് എല്ലാ പോയിൻറ്റിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അത് ഞാനിപ്പം കാണിക്കാം. ഇത് നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ചത്. ഓക്കെ, ഇത് ഡിലീറ്റ് ആക്കിയിട്ട് റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യാമെന്ന് ഞാനിപ്പം കാണിക്കാം. അതിനായിട്ട് നമ്മൾ ടൂളിൽ പോയിട്ട് റെക്റ്റാങ്കിൾ എടുക്കുന്നു. ഓക്കെ, മാർക്ക് ചെയ്യുന്നു. കളർ നമുക്ക് ഗ്രീൻ കൊടുക്കാം. ഇത് സ്ട്രോങ് റെസിസ്റ്റൻ്റ് ലൈനാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്, കണ്ടില്ലേ? അതുപോലെ നമുക്ക് സ്ട്രോങ് സപ്പോർട്ട് ലൈൻ മാർക്ക് ചെയ്യാം. ഇതിൻ്റെ കളർ നമുക്ക് റെഡ് കൊടുക്കാം. ഇതിപ്പം സ്ട്രോങ് റെസിസ്റ്റൻറ്റും സ്ട്രോങ് സപ്പോർട്ടുമായി. ഇതിനിടയ്ക്ക് നമുക്കൊരു ലെവൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് നമുക്കൊരു വീക്ക് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു വീക്ക് സപ്പോർട്ട് എന്ന് പറയാൻ പറ്റുന്നുണ്ട്. അതും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഞാനിപ്പോൾ. റെക്റ്റാങ്കിൾ ടൂൾ, ഇതിൻ്റെ കളർ നമുക്ക് ബ്ലൂ കൊടുക്കാം. ഓക്കെ, ഇതിലിപ്പോൾ എന്തൊക്കെയാണ്? സ്ട്രോങ് റെസിസ്റ്റൻ്റ്, ഒരു മിനിറ്റേ, ഇത് സ്ട്രോങ് റെസിസ്റ്റൻ്റായി, ഇത് വീക്ക് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സപ്പോർട്ടായി, ഇത് സ്ട്രോങ് സപ്പോർട്ടായി. കണ്ടോ, ഇവിടെ സംഭവിച്ചത് ഞാൻ ഒന്നും കൂടെ നിങ്ങളെ പറഞ്ഞുതരാം. നിങ്ങൾ കാണുന്നതിലൊരു ബിഗിനറും കാണും, മിഡിൽ ലെവൽ കാണും, എല്ലാവരും കാണുന്നതല്ലേ. ഒന്നും കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് വ്യക്തമാക്കി തരാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിലൂടെ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് റെസിസ്റ്റൻ്റ് ആൻഡ് സപ്പോർട്ട് ലൈൻ മാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ വേറൊരു വീഡിയോ കാണുന്ന ഒരാവശ്യമില്ല. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിരിക്കും.
അതേപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇരുപത്തൊന്നാം തീയതി മാർക്കറ്റ് ഓപ്പണായി. അതിനുശേഷം ബയേഴ്സ് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവിടെ കഴിയുന്നില്ല. ആ റെസിസ്റ്റൻസ് ലെവലിൽ ഒരു സെല്ലർ ആക്റ്റീവ് ആവുന്നു. സെല്ലർ ആക്റ്റീവായി മാർക്കറ്റിനെ ഡൗൺ സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. വീണ്ടും ഒരു ശ്രമം നടത്തുന്നു മുകളിലോട്ട് പോകാൻ. കഴിയുന്നില്ല മുകളിലോട്ട് പോകാൻ. എന്തുകൊണ്ട് കഴിയുന്നില്ല? അവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആണ്. അവിടെ സെല്ലർ നല്ല രീതിയിൽ ആക്റ്റീവായി ഒരു സ്ട്രോങ് സെല്ലിംഗ് നടത്തുന്നു. ഡൗൺ ട്രെൻഡ് വരുന്നു. ഓക്കെ, ഡൗൺ ട്രെൻഡ് വരുന്നു. അവിടെ ഒരു വീക്ക് റെസിസ്റ്റൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്തിട്ട് അത് റീടെസ്റ്റ് ആവുന്നു. റീടെസ്റ്റ് ആയിട്ട് വീണ്ടും അത് ബ്രേക്ക് ആവുന്നു. ബ്രേക്കിന് ശേഷം അത് വീണ്ടും ഡൗണിലോട്ട് പോകുന്നു. ഇവിടെ സ്ട്രോങ് സപ്പോർട്ട് ലെവൽ വന്നു. സ്ട്രോങ് സപ്പോർട്ട് ലെവൽ വന്നതിന് ശേഷം അവിടെ സെല്ലർ അവിടെ ആക്റ്റീവ് അല്ല. ഏറ്റവും കൂടുതൽ സെല്ലർ, അതായത് വലിയ എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുന്നവർ, അതുപോലെ ഉള്ള സെല്ലറെല്ലാം സപ്പോർട്ടിലെ ഇതൊരു നല്ല സ്ട്രോങ് സപ്പോർട്ടാണെന്ന് അറിഞ്ഞ് ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. അതോടുകൂടി ഇവിടെ സെല്ലറിൻ്റെ പവർ ഇവിടെ തീരുക. അതിനുശേഷം ഇവിടെ ബയർ ആക്റ്റീവ് ആവുന്നു. ബയർ മാർക്കറ്റിനെ ഈ സപ്പോർട്ട് ലെവലിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇത് സ്ട്രോങ് സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ബയർ ആക്റ്റീവായിട്ട് മുകളിലോട്ട് കൊണ്ടുപോകുന്നു മാർക്കറ്റിനെ. മുകളിലോട്ട് കൊണ്ടുപോകുന്നു. വീക്ക് റെസിസ്റ്റൻ്റ് ബ്രേക്ക് ആവുന്നു. ശേഷം സ്ട്രോങ് റെസിസ്റ്റൻ്റിൽ പോകുന്നു. സ്ട്രോങ് റെസിസ്റ്റൻ്റ് വരെ പോകുന്നു. ഓക്കെ, ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നതെന്ന്. ഇത് തന്നെ വീണ്ടും നിങ്ങളെ ഞാൻ ഒരു മിനിറ്റ്, ഇപ്പോൾ എന്തോ മാർക്ക് ചെയ്തില്ല, ഒന്ന് ഡിലീറ്റ് ആക്കട്ടെ. ഇത് സെയിം തന്നെയാണ് 28-ാം തീയതിയിലെ മാർക്കറ്റിൽ നടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് റെസിസ്റ്റൻ്റ് ലെവലിൻ്റെ അടുത്ത് തന്നെ. ലെവൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, പറ്റുന്നില്ല. അവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്നു, സ്ട്രോങ് സെല്ലിംഗ് നടത്തുന്നു. വീക്ക് റെസിസ്റ്റൻ്റ് ബ്രേക്ക് ആവുന്നു, താഴെ വരുന്നു, സ്ട്രോങ് സപ്പോർട്ടിനടുത്ത് എത്തുന്നു. നമ്മൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻ്റ് ആൻഡ് സപ്പോർട്ട് ലെവൽ മാർക്ക് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് എൻട്രി എങ്ങനെ എടുക്കാം? എൻട്രി എടുക്കാനായിട്ട് നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ 28-ാം തീയതിയിലെ മാർക്കറ്റാണ് നോക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് തന്നെ ഇവിടെ നമ്മൾ നേരത്തെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത റെസിസ്റ്റൻ്റ് ലെവലിനടുത്താണ്. ഓക്കെ, റെസിസ്റ്റൻ്റ് ലെവലിനടുത്ത് നമുക്ക് ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ആവുന്നുണ്ട്. ഇതൊരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൂചനയാണ്. ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാർക്കറ്റ് ഓപ്പൺ ആവുന്നു. ഇവിടെ റെസിസ്റ്റൻ്റ് ലെവലിൽ നമുക്ക് ഒരു റിജക്ഷൻ കിട്ടുന്നുണ്ട്. ആ റിജക്ഷൻ നമുക്ക് റെസിസ്റ്റൻ്റ് ലെവലിൽ ആ റിജക്ഷൻ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ട് ചെയ്യാം. അതായത് പുട്ട് സൈഡിലേക്ക് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇതിൽ SL എവിടെ ആയിരിക്കുമെന്നല്ലയോ? ഇതിൽ SL ആയിരിക്കും നമ്മൾ ഈ വെച്ചിരിക്കുന്ന റെസിസ്റ്റൻ്റ് ലെവൽ ഉണ്ടല്ലോ. ഈ റെസിസ്റ്റൻ്റ് ലെവലിൻ്റെ ഈ ഭാഗത്തായിട്ടാണ്, അതായത് റെസിസ്റ്റൻ്റ് ലെവലിൻ്റെ ജസ്റ്റ് മുകളിലായിട്ടാണ് നമ്മൾ SL വെക്കുന്നത്. SL വെച്ചിട്ട് നമ്മളിത് ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്താണ്, നമ്മൾ
നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഇവിടെ എന്താണ് ഒരു വീക്ക് റെസിസ്റ്റൻ്റ്, വീക്ക് സപ്പോർട്ട് ലെവലാണ് ഈ കാണുന്നത്. ഈ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റാണ് ഈ സപ്പോർട്ട് ലെവൽ. ഓക്കെ, ഇതൊരു വീക്ക് സപ്പോർട്ട് ലെവലാണ്. ഇവിടെ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് എക്സിക്യൂട്ട് ചെയ്തത്, അതിൻ്റെ 70%. ഓക്കെ, 70% ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. എന്തുകൊണ്ട് 70% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു? നമ്മൾ ഈ ട്രേഡ് ഇത് നമ്മൾ ലോങ്ങിലോട്ട് കൊണ്ടുപോയാൽ അത് നമുക്ക് പ്രോഫിറ്റ് തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഈ വീക്ക് റെസിസ്റ്റൻ്റ് അവിടെ നിന്ന് വന്നിട്ട് ട്രെൻഡ് റിവേഴ്സലായിട്ട് മുകളിലോട്ട് പ്രൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വീക്ക് റെസിസ്റ്റൻ്റ് ലെവലിൽ നമ്മൾ 70% ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യുന്നു. ബാക്കി 30% ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ആ 30% ക്വാണ്ടിറ്റി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ സ്ട്രോങ് സപ്പോർട്ട് ലെവൽ എവിടെയാണ്? സ്ട്രോങ് സപ്പോർട്ട് ലെവൽ ഈ ഭാഗത്ത്. ഓക്കെ, നമ്മൾ ബാക്കി 30% ഈ സ്ട്രോങ് സപ്പോർട്ട് ലെവലിലാണ് എക്സിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി 30% പറഞ്ഞില്ലേ? ബാക്കി പറഞ്ഞ് 30%, ഈ 30%ൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ വീക്ക് റെസിസ്റ്റൻ്റ് ലെവൽ ഉണ്ടല്ലോ, വീക്ക് റെസിസ്റ്റൻ്റ് ലെവലിൻ്റെ മുകളിലാണ്. പ്രൈസ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഈ സപ്പോർട്ടായിരുന്നത് അതൊരു റെസിസ്റ്റൻ്റ് ലെവലായിട്ട് മാറും. നേരത്തെ സപ്പോർട്ടായിരുന്നു താഴോട്ട് വന്ന ടൈമിൽ, അത് താഴത്തെ വീക്ക് റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്തു, പിന്നെ അത് ഒരു റെസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 30%ൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കും? ഈ വീക്ക് റെസിസ്റ്റൻ്റ് ജസ്റ്റ് മുകളിലായിട്ടാണ് 30%ൻ്റെ സ്റ്റോപ്പ് ലോസ് കാണുന്നത്. പിന്നെ നമ്മുടെ പ്രൈസ് താഴോട്ട് വന്ന് നമ്മുടെ ടാർഗറ്റ് ഹിറ്റാവുമ്പോൾ നമ്മൾ നമ്മുടെ ബാക്കി 30% പ്രോഫിറ്റും ബുക്ക് ചെയ്യുന്നു. മാർക്കറ്റിൽ ഇങ്ങനെയാണ് മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് മാർക്കറ്റിൽ നമ്മൾ വലിയ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ ഈ വീക്ക് സപ്പോർട്ട് ലെവലിൽ നമ്മൾ 70% ബുക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ കൺഫേം പ്രോഫിറ്റിലാവുന്നു. ബൈ ചാൻസ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും നഷ്ടം വരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ 100% ക്വാണ്ടിറ്റിയിൽ നിന്നും 70% ആണ് ബുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരിക്കലും ലോസിലോട്ട് പോകത്തില്ല. പിന്നെന്താണ്? പിന്നെ നമ്മൾ അന്നത്തെ ദിവസം വേറെ ട്രേഡ് എടുക്കുന്നത് പ്രാക്ടിക്കലി ഉചിതമല്ല. എന്താണെന്ന് പറയാമോ? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി ഒരു ബിഗ് മൂവ്മെൻറ്റ് തന്നു കഴിഞ്ഞു. അതുകൊണ്ട് മുകളിൽ നിന്ന്, അതായത് നമ്മുടെ സ്ട്രോങ് റെസിസ്റ്റൻ്റിൽ നിന്ന് സ്ട്രോങ് സപ്പോർട്ട് ലെവൽ വരെ മാർക്കറ്റ് വന്നു. ഇനി നമുക്ക് മാർക്കറ്റിൽ വീണ്ടും ഒരു ട്രേഡ് എടുക്കുന്നത് ഉചിതമല്ല. എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അടുത്തിടെ നോക്കാം. അടുത്തിടെ 29 മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് തന്നെ ഇവിടെയാണ്, നമ്മുടെ സ്ട്രോങ് സപ്പോർട്ട് ലെവലിൽ അടുത്താണ്. ഓക്കെ, 29 മാർക്കറ്റ് സ്ട്രോങ് സപ്പോർട്ട് ലെവലിന് അടുത്ത് ഓപ്പണായി കഴിഞ്ഞതിന് ശേഷം എന്താ, 29 മാർക്കറ്റ് ഇവിടെ ഓപ്പണായി കഴിഞ്ഞതിന് ശേഷം ഒരു റേഞ്ചിലാണ് മാർക്കറ്റ്. അതിനടുത്ത് തന്നെ നമ്മുടെ വീക്ക് റെസിസ്റ്റൻ്റ് ലെവൽ. അതുകൊണ്ട് നമ്മളിവിടെ ട്രേഡ് എടുക്കരുത്, നോ ട്രേഡിംഗ് ആണ്.
മാർക്കറ്റിൽ എന്താ നമുക്ക് എന്നും പൈസ കിട്ടുമെന്ന് വിചാരിക്കില്ല ഒരിക്കലും. മാർക്കറ്റിൽ മൊമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ. ട്രേഡ് എടുക്കുന്നത് തന്നെ നമ്മളൊരു ട്രേഡ് എടുക്കുന്നത് തന്നെ നല്ല രീതിയിൽ ആലോചിച്ച് വേണം എടുക്കാൻ. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെ പൈസയാണ് പോകുന്നത്. പിന്നെ നമുക്ക് നോക്കാം 1-ാം തീയതിയിലെ മാർക്കറ്റ് നോക്കാം. ഇനി മാർച്ച് 1-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് നമ്മുടെ വീക്ക് റെസിസ്റ്റൻ്റ് ഏരിയ ബ്രേക്ക് ചെയ്തോട്ടാണ് പോകുന്നത്. ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കാൾ സൈഡിലേക്ക് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇതിൻ്റെ SL കാണും. SL വെക്കുന്നത് ഈ വീക്ക് സപ്പോർട്ടിൻ്റെ അടിയിലായിട്ടാണ് ഇതിൻ്റെ SL വെക്കേണ്ടത്. ഓക്കെ, അത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് സ്ട്രോങ് റെസിസ്റ്റൻ്റ് ടാർഗറ്റ് ഹിറ്റാവുന്നു. ഈ സ്ട്രോങ് നമ്മുടെ റെസിസ്റ്റൻ്റ് ഹിറ്റാകുമ്പോൾ നമ്മൾ ഇവിടെ എത്ര ശതമാനം ക്വാണ്ടിറ്റി നമ്മൾ ഇവിടെ ബുക്ക് ചെയ്യണം? 90% ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യണം. എന്തുകൊണ്ട് 90% ബുക്ക് ചെയ്യണം? ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആണ്. ഈ സ്ട്രോങ് റെസിസ്റ്റൻ്റിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് 90% ബുക്ക് ചെയ്യുന്നു. ബാക്കി 10%ൻ്റെ SL ഈ റെസിസ്റ്റൻറ്റിൻ്റെ ജസ്റ്റ് താഴെയായിട്ട് വെക്കുന്നു. അതിനുശേഷം സംഭവിക്കുന്ന എന്താണ്? അതിനുശേഷം ഇത് ബ്രേക്ക് ആവുന്നു. ബ്രേക്കായി അപ്പ് സൈഡ് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നു. ഈ റെസിസ്റ്റൻ്റ് ലെവൽ ഓക്കെ, ഈ റെസിസ്റ്റൻ്റ് ലെവൽ ബ്രേക്ക് ആയോ ഇല്ലെന്ന് നമ്മളെങ്ങനെ കൺഫേം ആവും? എന്നുവെച്ചാൽ ഈ റെസിസ്റ്റൻ്റ് ലെവൽ ഉണ്ടല്ലോ, ഈ റെസിസ്റ്റൻ്റ് ലെവലിൻ്റെ മുകളിൽ 15 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ ഫോമായി. ആ 15 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം നെക്സ്റ്റ് 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൺഫേം ആവും ഇത് ഫേക്ക് ബ്രേക്കൗട്ടല്ല, ഇത് ഒരു റിയൽ ബ്രേക്കൗട്ടാണ്. ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ നമ്മൾ ഇന്ന് റെസിസ്റ്റൻ്റ് ആൻഡ് സപ്പോർട്ട് ലെവൽ മാർക്ക് ചെയ്യാൻ പഠിച്ചു. 5 മിനിറ്റ് ടൈം ബ്രേക്കിൽ എൻട്രി പഠിച്ചു. എപ്പോൾ എക്സിറ്റ് ആവണം പഠിച്ചു. SL ഇവിടെ നമ്മൾ ഫിക്സ് ആക്കണമെന്ന് പഠിച്ചു. ഇതെല്ലാം പഠിച്ചു. ഓക്കെ, പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തായാലും വീഡിയോയുടെ അഭിപ്രായം പറയുമോ, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് മാർക്കറ്റിൻ്റെ റിയാലിറ്റി പറയാം. ഓക്കെ, ഷെയർ മാർക്കറ്റിൽ നമ്മൾ എന്തുകൊണ്ട് ലോസ് ആവുമെന്നുള്ളതിൻ്റെ കാര്യം ഫുള്ളായിട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നതാണ്. ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ മാർക്കറ്റിലൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ അതിനൊരു വാലിഡ് റീസൺ ഉണ്ടാവണം. അല്ലാതെ വെറുതെ കാൾപുട്ട് എടുത്തിട്ട് ഒരു കാര്യവുമില്ല. മാർക്കറ്റ് നമുക്ക് ഡെയിലി പൈസ തരത്തില്ല. മാർക്കറ്റ് മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പൈസ തരത്തുള്ളൂ. അത് തന്നെ ഇപ്പോൾ നമ്മളൊരു മാസത്തെ നമുക്ക് ട്രേഡിംഗ് സെക്ഷൻ എത്ര, ഒരു 22 ദിവസം അവധിയെല്ലാം കഴിഞ്ഞ് ഒരു 22 ദിവസം ട്രേഡിംഗ് സെക്ഷന്. ഓക്കെ, അതിനകത്ത് നമുക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അതായത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന 5-6 ദിവസം മാത്രമേ ഉള്ളൂ. വെറും 5-6 ദിവസം മാത്രം പ്രോഫിറ്റ്, അതായത് നല്ല ബിഗ് പ്രോഫിറ്റ് 5-6 ദിവസം മാത്രമേ ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. ബാക്കിയുള്ള ദിവസം എന്താ, മാർക്കറ്റിൽ ചെറിയ മൂവ്മെൻറ്റ് കാണും. അതിനകത്ത് ഒരു 12 ദിവസം മാർക്കറ്റ് ഒരു റേഞ്ചിലായിരിക്കും. ഇങ്ങനെ ഒരു റേഞ്ചിൽ
ആയിരിക്കും മാർക്കറ്റ്. അതിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആ ടൈമിൽ നമ്മൾ മാർക്കറ്റിൽ വർക്ക് ചെയ്യുമ്പം നമ്മുടെ പൈസ മൊത്തം വൈപ്പ് ഔട്ടായി പോകുന്നു. ഓക്കെ, നമ്മുടെ ക്യാപിറ്റൽ മൊത്തം വൈപ്പ് ഔട്ടായി കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം ഒരു ബിഗ് മൂവ്മെൻറ്റ് കിട്ടും. ആ ബിഗ് മൂവ്മെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ക്യാപിറ്റലില്ല. മാർക്കറ്റിൻ്റെ സൈക്കോളജി അതാ. മാർക്കറ്റിൽ നമ്മളെ ആദ്യം ഔട്ടാകുവാണ്. ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നാ നല്ലൊരു മൂവ്മെൻ്റ് ഉള്ള അന്ന് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ വേറൊരു കാര്യം, മാർക്കറ്റിൽ നിങ്ങൾ എത്രയൊക്കെ നമ്മൾ പഠിച്ചു, ടെക്നിക്കൽ അനാലിസിസ് ഗെയിം പഠിച്ചു, എല്ലാം പഠിച്ചു, പക്ഷേ മൈൻഡ് സൈക്കോളജി പെർഫെക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഈ ഷെയർ മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ഫണ്ട് മാനേജ്മെൻറ്റ് നല്ല വ്യക്തമായി അറിഞ്ഞിരിക്കണമെങ്കിലേ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ മാർക്കറ്റിൻ്റെ നമുക്കിപ്പോൾ ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ എക്സിറ്റ് ആവുക എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പം ക്യാപിറ്റലില്ല, നിങ്ങളുടെ പ്രോഫിറ്റബിൾ ക്യാപിറ്റൽ ഇല്ല എങ്കിൽ മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നു ആ പ്രോഫിറ്റിനെ നമ്മൾ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്ത് നിങ്ങളുടെ ക്യാപിറ്റൽ എത്ര വേണം? ക്യാപിറ്റൽ നിങ്ങൾ 10 lakh എങ്കിൽ 12 lakh എന്ന് നിങ്ങൾ 10 lakh 12 lakh പ്രോഫിറ്റിൽ വരുന്നു, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യാൻ, അതായത് നിങ്ങളൊരു ട്രേഡിൽ പ്രോഫിറ്റായി കഴിഞ്ഞാൽ വീണ്ടും ഒരു ട്രേഡ് എടുക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ മാത്രമേ ചിന്തിക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 100% കൺഫർമേഷൻ, അതായത് വാലിഡ് റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലാതെ ട്രേഡ് എടുക്കാവൂ. ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ജയ് ഹിന്ദ്.